കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല യൂണിയൻ ഇന്റർസോൺ കലോത്സവത്തിന് തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിൽ തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവങ്ങൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്ന ഏറ്റവും വലിയ കലോത്സവങ്ങൾ, ഏറ്റവും വലിയ കൗമാര കലോത്സവം എന്നാണ് അറിയപ്പെടുന്നത്. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നിരവധി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടി ഏറ്റവും മനോഹരമായാണ് അത് സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ യൂണിവേഴ്സിറ്റി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് കലാപരമായ സർഗാവിഷ്കാരങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള വേദി ഒരുക്കുന്നു എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സംഘാടന വൈഭവവും നേതൃത്വ ശേഷിയും എല്ലാം വലിയ രീതിയിൽ വികസിക്കുന്നതിന് ഈ കലോത്സവങ്ങളുടെ സംഘാടനം ഉപകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ കലോത്സവത്തിൽ നിന്നും നാളത്തെ വിശാല ആകാശങ്ങളിലേക്ക്, കലയുടെ അന്തമില്ലാത്ത ആകാശങ്ങളിലേക്ക് ഉദിച്ചിടുന്ന നക്ഷത്രങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നാളെ നമ്മുടെ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട സാധ്യതകളും ഉയർന്നു വരും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ബി കനിഷ്ക അധ്യക്ഷത വഹിച്ചു. ഓരോ മത്സരത്തിലും ഇവിടെ എത്തുന്നത് ഏറ്റവും മികച്ച പ്രകടനം എന്നിൽ നിന്ന് കാഴ്ചവെക്കണം എന്നുള്ള ഒരു ആഗ്രഹവും, എനിക്ക് ഇവിടെ പ്രൈസ് വിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടും കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും എത്തുന്നത്. 3 സോണുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരങ്ങളുടെ, ഇന്റർസോൺ മത്സരങ്ങളുടെ വീറും വാശിയും സോണൽ മത്സരങ്ങളെക്കാൾ കുറച്ചുകൂടി കടുത്തതായിരിക്കും. എന്നിരുന്നാലും ഏറ്റവും സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെ ഈ ഒരു മത്സരത്തെ നിങ്ങൾക്ക് നോക്കിക്കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡീൻ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കോമ്പറ്റേറ്റീവ് പ്രൊഫഷണലിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. അതായത് പ്രൊഫഷണൽ ആയാൽ പോരാ, ഒരു കോമ്പറ്റേറ്ററും കൂടി ആവുന്നത് വഴിക്ക് ഒരു സഹപ്രവർത്തകനെ അല്ലെങ്കിൽ സഹപ്രവർത്തകയെ നമ്മൾ ഒരു എതിരാളിയായി കാണുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി നമ്മൾ ഇൻക്ലൂസീവ് പ്രൊഫഷണലിസം എന്നുള്ള ഒരു പുതിയ ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ഡൊമെയിനിലേക്ക് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ചിന്താഗതി. എന്നാൽ ഇവിടെ ഇന്ന് തഹ്രീർ എന്ന വിമോചനം എന്ന വാക്ക് പ്രയോഗിക്കുന്നത് വഴി നിങ്ങൾ ഇതിന് പുതിയ ഒരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ലിബറേറ്റീവ് പ്രൊഫഷണലിസം എന്നുള്ള ഒരു പുതിയ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു കയറിയിരിക്കുകയാണ്. അതിന് നിങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാൻ ഭഗീരഥ പ്രസാദ്, വൈദ്യരത്നം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എൻ പ്രസന്ന, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ബി രവീണ, ഫാർമസി എക്സിക്യൂട്ടീവ് കൌൺസിൽ മെമ്പർ സ്നേഹ സനൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിൽ ജനറൽ സെക്രട്ടറി വി എസ് ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.